ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന ചിന്തകൾ അതെന്താണ്? അവരെന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടോ? അതുപോലെ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നിങ്ങളിപ്പോ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് കൂടെയാണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പോസിറ്റീവ് ആയിട്ട് മാത്രം തിങ്ക് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഇതൊന്നും തന്നെ കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Cups, Knight of Wands, Death and Rebirth, Judgment, Three of Cups, Nine of Swords, Nine of Wands, Two of Cups, Two of Wands, Six of Pentacles, Six of Cups, Ten of Swords, Page of Swords, Four of Wands, Ten of Cups, Eight of Wands, the Emperor, Moon Energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡില് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതോടൊപ്പം അവർ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഈ ഒരു അവസ്ഥയിൽ നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പേഴ്സന്റെ എനർജി പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഇവര് നിങ്ങളെ തള്ളിക്കളഞ്ഞ് മാറിപ്പോയിരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാതെ, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്തിട്ടും അത്രയും ആത്മാർത്ഥമായ ഒരു സ്നേഹം നിങ്ങൾ ഇവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇവർ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചൊക്കെ മറ്റെന്തെങ്കിലും സിറ്റുവേഷനിലേക്ക്, ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കാം, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് പോയിരിക്കുന്നവരാണ്. സാഹചര്യം കൊണ്ട് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നവരല്ല, അവരായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയി നിൽക്കുന്ന വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് അപ്രതീക്ഷിതമായിട്ട് എവിടെ നിന്നൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ, വേദനകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്നത് തന്നെ ജസ്റ്റിസ് എനർജിയാണ്. ഒരു കർമ്മ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ വേദനിപ്പിച്ച് പോയ നിങ്ങളുടെ പേഴ്സൺ അവരെങ്ങോട്ടേക്കാണോ പോയത് ആ ഒരു സ്ഥലത്ത് യഥാർത്ഥമായ ഒരു സ്നേഹം അല്ല അവർക്ക് ലഭിച്ചത്, അല്ലെങ്കിൽ അവര് കൊടുത്ത സ്നേഹമൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളൊരു രീതി അത് അവര് തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഭയങ്കരമായിട്ട് ഒരു കുറ്റബോധം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ പറ്റിയിരിക്കുന്ന തെറ്റുകൾ, അതുപോലെ അവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് അവർ പ്രവർത്തിക്കേണ്ടി വന്നിരിക്കുന്നതിനുള്ള ആ ഒരു കുറ്റബോധം, ഒരു പശ്ചാത്താപത്തിന്റെ വഴിയിലാണ്, അല്ലെങ്കിൽ ഒരു ഹീലിംഗ്, ഒരു ചേഞ്ച് അവരുടെ മനസ്സിൽ നടക്കുന്ന സമയമായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യഥാർത്ഥമായ സ്നേഹത്തെ തന്റെ കയ്യിൽ ഇരുന്ന സമയത്ത് മറ്റെന്തിന്റെങ്കിലും പുറകെ പോയിട്ട് അവിടെ നിന്നും ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് അവിടെ നിന്നും വലിയ രീതിയിലുള്ള വേദനകൾ നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. എന്ന് വെച്ചാൽ പോയി ചോദിച്ചു വാങ്ങിച്ചു എന്ന് സാരം. അതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇവിടെ കിട്ടുന്നത്. സ്വന്തം ജീവിതത്തിൽ തന്നെ എല്ലാ രീതിക്കും ഒരു
പുനർജന്മം വേണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ ഈ ഒരു പേഴ്സന്റെ ഒരു എനർജി വെച്ച് നമുക്കിവിടെ കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചധികം ഈഗോ ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഇമോഷൻസ് അത് ഒരു ലിമിറ്റിൽ കൂടുതൽ മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഇവർക്ക് എപ്പോഴും ഇവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് എല്ലാവരുടെ മുമ്പിലും ഇവർ ഹാപ്പിയാണ്, അല്ലെങ്കിൽ ഇവരെ യാതൊരുവിധ കാര്യങ്ങളും ഇവരെ ബാധിക്കില്ല, അങ്ങനെയൊക്കെ നിൽക്കാനാണ് ഇവർക്ക് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടൊക്കെ തന്നെ അവരിപ്പോ നേരിട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങള് അവര് മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിപ്പോ നിങ്ങളിലേക്കാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയാത്ത രീതിയിൽ അത് മാക്സിമം ഇവര് ഹൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് ആ ഒരു പെയിൻ ഒട്ട് താങ്ങാനും സാധിക്കുന്നില്ല. സ്വയമേ തന്നെ ചിന്തിക്കുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു പരിവർത്തനം സംഭവിക്കണം. നിങ്ങളുടെ ഓർമ്മകൾ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നീതി നൽകണം എന്നൊരു ചിന്ത നിങ്ങളുടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ജസ്റ്റിസ് എനർജിയാണ്. നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണമെന്നും നിങ്ങളുടെ ബന്ധത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അർഹതപ്പെട്ട ആ ഒരു സ്നേഹം അത് നിങ്ങളിലേക്ക് തന്നെയാണ് നൽകേണ്ടത്. എന്ന് വെച്ചാൽ അവരുടെ സ്നേഹത്തിന്റെ ഉടമസ്ഥ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ രീതിയിലും ഇവരായിട്ട് നഷ്ടപ്പെടുത്തിയ സന്തോഷം, സമൃദ്ധി, സമാധാനം അതെല്ലാം നീതിപൂർവ്വം അത് നിങ്ങൾക്ക് തിരികെ നൽകണം. നിങ്ങളിപ്പോൾ ഒരുപാട് വേദനകളിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം, അതും ഈ വ്യക്തി കാരണം എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ ഈഗോ ഇവർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കണ്ണടച്ചുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുക്കുക എന്നൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഒരു വിജയം വേണമെന്നുള്ള ആഗ്രഹം ഇവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലാണ് സറണ്ടർ ആകുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് എത്ര ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സൈഡ് കൊണ്ട് അത് അവർക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സമാധാനം നൽകുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു എഫേർട്ട് എടുക്കുക എന്നൊരു മെന്റാലിറ്റി ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവരിപ്പോ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ വേദനകളാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വരുന്നുണ്ട്. കാരണം വേദനകൾ എന്ന് പറയുമ്പോൾ ഇവരായിട്ട് തന്നെ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ ഇങ്ങനെയൊക്കെ ആക്കി കളഞ്ഞല്ലോ എന്നൊരു ചിന്ത. സന്തോഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം തന്നെയാണ്, ആ ഒരു genuinity ആണ്. കാരണം അവരുടെ ലൈഫിൽ അവരിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു genuine ആയിട്ടുള്ള മുഖം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളിൽ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മനസ്സ് പോയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം എന്നുള്ളൊരു മനസ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തി നിൽക്കുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ ഒരുപാട് ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് തെറ്റിദ്ധാരണകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. തെറ്റിദ്ധാരണകൾ മാത്രമല്ല ഇവരുടെ ചീറ്റിംഗും ഉണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള വ്യക്തികളാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കുക, ഭയങ്കരമായിട്ടൊരു ഹൈഡിങ് കാണിക്കുക. എന്ന് വെച്ചാൽ ഇവർ എപ്പോഴും ഇവരുടേതായ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയവരാണ്. ഇവർ എടുക്കേണ്ട എഫേർട്ട് പോലും നല്ല സമയത്ത് പോലും ചിലപ്പോൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുണ്ടാവുന്ന വ്യക്തികൾ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ ഒരു ഫിയർ വരുന്നുണ്ട്, ഇത് മുന്നോട്ടേക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ. പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു യാത്ര, ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാം ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ കാണാനായിട്ട് ഡയറക്റ്റ് വരണം എന്ന ചിന്ത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചിലവരുടെ കേസിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന സംസാരം, അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വൈകാരികപരമായി നിങ്ങളുടെ ബന്ധത്തിൽ ആത്മാർത്ഥമായിട്ട് തന്നെ ഒരു പുതിയ തുടക്കം വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ അവര് എന്തൊക്കെ സിറ്റുവേഷൻ ചെയ്തു എന്ന് പറഞ്ഞാലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങളോടുള്ള സ്നേഹം അതിപ്പോഴും പൂർണ്ണമായും മങ്ങി പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ അവർ നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വന്നിരിക്കുന്നതും. അപ്പൊ ആ ഒരു സ്നേഹത്തെ എല്ലാ രീതിക്കും മുത്തുപോലെ അല്ലെങ്കിൽ ആ ഒരു അത്രയും നന്നായിട്ട് സൂക്ഷിച്ചു വെക്കണം. അല്ലെങ്കിൽ അത്രയും നല്ല രീതിക്ക് ഇതൊരു ന്യൂ ബിഗിനിങ് വേണം, ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം. എത്രത്തോളം സ്പീഡിലാണോ ഇവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോയത് അത്രത്തോളം സ്പീഡിൽ ആ ഓർമ്മകളുമായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു നല്ല നല്ല ഓർമ്മകളെല്ലാം വീണ്ടും ഓർത്തെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് മനസ്സിൽ നിറച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ അവർ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മനസ്സുകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്.
അതുപോലെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇപ്പൊ നിങ്ങളെ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന ഈ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷൻ, ഈ വേദനാജനകമായ സിറ്റുവേഷൻ, ഇതിനെല്ലാം പൂർണ്ണമായിട്ട് ഒരു അവസാനം വേണം. അവിടെ അത് അവസാനിക്കുമ്പോൾ, ഇവിടെ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റീബർത്ത് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വേദനകൾ അവസാനിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലെ ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ വേണം. അതും നീതിപൂർവമായിട്ട് തന്നെ, ന്യായമായ രീതിയിൽ എല്ലാ രീതിക്കും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാണ്. ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇവരിപ്പോ നിങ്ങളുടെ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരു തിരിച്ചറിവ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു രീതിയിലൂടെ എനർജി കണക്ട് ആവുന്നുണ്ട്. ആ നിൽക്കുന്ന സിറ്റുവേഷനിലും അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അവരിൽ ആ ഒരു റിഗ്രറ്റ് ഫീൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ഓർത്തോർത്ത് വേദനിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെ അല്ല മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാ രീതിയിലും അവർക്ക് എവിടെ നിന്നൊക്കെയോ ഒരു വേദനകളും കാര്യങ്ങളും ഒക്കെ കൂടെ അനുഭവിച്ചിട്ട് എല്ലാ രീതിക്കും ശരീരത്തിൽ ഒരുപാട് അമ്പുകൾ കുത്തി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള വേദന എന്തായിരിക്കും, അതാണ് നിങ്ങളുടെ പേഴ്സൺ അനുഭവിക്കുന്നത്. ഒത്തിരി വേദനകളിലൂടെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ ഒരു വേദനാജനകമായ സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും ഇവിടെ ഡെത്ത് ആകും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ് നിങ്ങളുടെ വ്യക്തിയിൽ. ഇവർ പുറകോട്ട് നോക്കിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഓർത്ത് ഭയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വഴക്കുകൾ, പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ എത്രത്തോളം ഭയമുണ്ട് എന്ന് പറഞ്ഞാലും ഇവർ ആ ഒരു ഭയത്തിനെ എല്ലാം മറികടന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് ചലിക്കണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നയിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ആ ഒരു ഹൃദയത്തിലെ സ്നേഹം, അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പലരിലേക്കും സ്പ്രെഡ് ചെയ്തത് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വ്യക്തികൾ, അതുപോലെ തന്നെ ഇമോഷൻസ്, അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ടും വിട്ടിട്ട് ഒറ്റ കൈകളിലേക്ക് മാത്രമായിട്ട് നൽകുക. ആ ഒരു ഒറ്റ കൈകൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇവർ ഓരോ സമയവും നിങ്ങളുടെ ചിന്തകളിലാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവർ രാത്രിയിലായിക്കൊള്ളട്ടെ പകലായിക്കൊള്ളട്ടെ നിരന്തരമായി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിലേക്ക് മനസ്സ് പോകുന്നുണ്ട്. ഇതുവരെ അവർ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊരു കുറ്റബോധം അവരിലുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ സൈലന്റ് ആയിരിക്കാം. സൈലന്റ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ടൊന്നും എഫേർട്ട് എടുക്കുന്നുണ്ടാവില്ല. എങ്ങനെയെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഇവർ വരുന്ന സമയത്ത് വരട്ടെ എന്നൊരു മെന്റാലിറ്റിയിലേക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടായിരിക്കും. എന്നാൽ മനസ്സുകൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടാവാം, ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട്. അപ്പൊ ആ ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെ കടന്നു വരുന്നതായിട്ട് കാണുന്നത്. ഇവര് പക്ഷെ ഇവരുടെ ഇമോഷൻസ് പെട്ടെന്നൊന്നും നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു മെന്റാലിറ്റി അല്ല. അവരിപ്പോ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അവർ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെയിൻഫുൾ ആയ കാര്യങ്ങൾ എല്ലാം നിങ്ങളോട് തുറന്നു പറയണമെന്ന് സാധ്യതകളില്ല. കാരണം ഇവിടെ ഒരു ഭയങ്കരമായി ഇമോഷൻ കൺട്രോളിങ് കാണിക്കുന്നുണ്ട്. കാരണം ഇവർ കുറച്ചൊരു ഈഗോയിസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഇവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിലും ഇവര് ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിക്ക് ആയിരിക്കില്ല വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കുക. പതുക്കെ പതുക്കെ ആയിരിക്കാം അവർ ആ ഒരു കാര്യങ്ങളിലേക്കെല്ലാം വരുന്നത്. കാരണം പെട്ടെന്ന് എടുത്തു ചാടി പറയാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അത് പറയണോ വേണ്ടയോ, അങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നത് എല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഇവർ ഒന്നും അല്ലാതെ ആയി പോകുമോ, നിങ്ങൾ ഇവർക്കൊരു വാല്യൂ നൽകാതിരിക്കുമോ പിന്നീട്, അങ്ങനെയൊക്കെ ഓവറായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലാണ് ഇവർക്ക്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂസ്, തെറ്റിദ്ധാരണകൾ, ഇതെല്ലാം ഒന്ന് പറഞ്ഞു തീർക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വീണ്ടും ആ ഒരു കണക്ഷൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും ആ ഒരു സോള് തമ്മിലുള്ള കണക്ഷനെ വീണ്ടും ഒന്ന് കണക്ട് ചെയ്യാനും, അതുപോലെ നിങ്ങളൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്കോ നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴാണ് അവർ കൂടുതലായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്, അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ. ഇതുവരെ അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തെ, നിങ്ങളോടുണ്ടായിരുന്ന സ്നേഹത്തെ അവര് പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ മുഖം അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ്.
ഇവിടെ നമുക്കൊരു കമ്മിറ്റ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്, സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത്, ഒരു മാരേജ് സെലിബ്രേഷൻ ഒക്കെയാണ്. അപ്പൊ നിങ്ങൾ വിവാഹമൊക്കെ സംബന്ധിച്ചിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വിവാഹത്തിനോടനുബന്ധിച്ച് നിങ്ങൾ സെപ്പറേഷൻ സ്റ്റേജിലേക്കൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കാനും വീണ്ടും ആ ഒരു മാരേജ് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ ലൈഫിൽ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു രീതിയിൽ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് എപ്പോഴും നിങ്ങളെ അവരുടെ കൂടെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുപോലെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഇവരിപ്പോ ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്നവരാണ്. എന്തൊക്കെയോ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു ട്രാപ്പിലൊക്കെ വന്ന് നിൽക്കുന്ന സമയമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതൊന്നും അവർക്കിപ്പോ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ല എന്നുള്ള മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. അവർക്ക് നിങ്ങളെ വേണം എന്നൊരു ചിന്തയിലേക്ക് മനസ്സ് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ട് അവരുടെ മനസ്സിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവർ എല്ലാ രീതിക്കും നിങ്ങളെ ഹോൾഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സങ്ങൾ എന്ത് വന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാം അല്ലെങ്കിൽ പോകും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. ഇവിടെ ഒരു സൈഡിൽ ഇവരുടെ ഭയം എന്ന് പറയുന്നത് നിങ്ങൾ അവരോട് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ മറു സൈഡിൽ അവരുടെ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണിക്കുന്നത് എന്ത് വന്നാലും അവർ നേരിടും എന്നുള്ളതാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള മനസ്സാണ് അവർക്കുള്ളത്. ഇവരുടെ ഭയത്തിന്റെ കാരണം നിങ്ങളുടെ മുന്നിലേക്ക് ഇവർ ഒന്നും അല്ലാതെയായി പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങളൊന്നും തുറന്നു പറയണ്ട എന്നുള്ള ചിന്ത അവർക്ക് വന്നിരിക്കുന്നത് ആ ഒരു തോട്ട് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് ഇതൊക്കെ ഹൈഡ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്കിവിടെ കാണിക്കുന്നത് നിങ്ങളുടെ സ്നേഹം അത്രത്തോളം അവർ ആസ്വദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു possessiveness ഒക്കെ അവർ ഈ ഒരു സമയത്താണ് ആസ്വദിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അതിന്റെയൊക്കെ ഒരു മീനിങ് എന്താണ് എന്നുള്ളതൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് നമുക്കിവിടെ കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനും നിങ്ങൾക്ക് ഇതുവരെ തരാതിരുന്ന പ്രയോറിറ്റി, സ്ഥാനം അതെല്ലാം നിങ്ങൾക്ക് നൽകാനും അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഒരു മുന്നോട്ടേക്ക് ഒരു പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ആ ഒരു സക്സസിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ്. അതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഈ ഒരു സമയത്ത് അവരോട് തന്നെ പറയുന്നുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പൂർണ്ണമായിട്ടും അവസാനിച്ച് പോകേണ്ട ഒരു ബന്ധമല്ല നിങ്ങളുടേത് എന്നുള്ളത് ഇവരോട് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കും ഒരു ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്ത് ഒരു ക്ലാരിറ്റി ഇവിടെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളോട് ഇതുവരെ സത്യസന്ധമായ രീതിയിൽ ഒന്നും അല്ല പെരുമാറിയിരുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്കൊരു മെന്റൽ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ടും അതുപോലെ അവർ റിയലൈസ് ചെയ്യുന്നു എന്താണ് അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും നടക്കുന്ന സത്യമായ കാര്യങ്ങൾ എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നത് കൊണ്ടിട്ടും ഇനി മുന്നോട്ടേക്ക് സത്യസന്ധമായ രീതിയിൽ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം എന്നുള്ള രീതിക്കാണ് അവർ മനസ്സുകൊണ്ട് നിൽക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മളിവിടെ പറഞ്ഞായിരുന്നു എംപറർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വളരെയധികം ഒരു റെസ്പെക്ട് ഒക്കെ തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ഘടന, ആ ഒരു നഷ്ടപ്പെട്ട ഘടനയൊക്കെ വീണ്ടെടുക്കണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തകൾ മാറി വന്നിട്ടുണ്ട്. ഇവര് നിങ്ങളിലേക്ക് മാത്രമായിട്ടാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ഒരു രീതികൾ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഇവർ എല്ലാ ഇമോഷൻസും എല്ലാവരിലേക്കും എക്സ്പ്രസ് ചെയ്യുന്ന രീതിയല്ല. അതിപ്പോ നിങ്ങളിലേക്കാണെങ്കിൽ പോലും അവർ ഒരു ലിമിറ്റിൽ കൂടുതൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാതിരുന്ന വ്യക്തികളാണ്. പക്ഷെ ഇപ്പൊ അവരുടെ മെന്റാലിറ്റിയിലൊക്കെ കുറേയധികം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്നേഹത്തിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടിയിരുന്നതാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം അവർ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെബിലിറ്റി വേണം അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടേതായ ഒരു രീതിക്ക് ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനും അതോടനുബന്ധിച്ച് നിങ്ങളോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ വരുമ്പോൾ മാത്രം എന്റെ സിറ്റുവേഷൻ അതായത് ഇവരുടെ സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വെച്ചാൽ ഇവർ റിയലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ
ഇവരുടെ ലൈഫിൽ ഇവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം പെയിനിലൂടെയൊക്കെ അവർ കടന്നു പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിച്ച് പതുക്കെ പതുക്കെ പറയാമെന്നുള്ളതാണ്. ആദ്യമേ തന്നെ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെ പറയാനായിട്ട് ഈ ഒരു സ്പ്രെഡിൽ വരുന്ന വ്യക്തികൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഒരു കാര്യത്തിന്മേൽ അവരൊരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനാണ് ഇപ്പൊ ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു രീതിയിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇവർ പ്രത്യേകമായിട്ട് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിയരുത് അങ്ങനത്തെ രീതിയല്ല. ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ എപ്പോഴും നിങ്ങൾ ആ പണ്ട് കൊടുത്തിരിക്കുന്ന റെസ്പെക്ട്, അല്ലെങ്കിൽ ആ നിങ്ങളുടെ ലൈഫിൽ ഇവരെന്ന് പറയുന്നത് എത്രത്തോളം സ്ഥാനമുള്ള ഒരു വ്യക്തിയായിരുന്നോ അതേ സ്ഥാനം ഇവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് കൊണ്ടിട്ടാണ് ഇവരുടെ ഇമോഷൻസ്, ഇവർ മാനസികപരമായിട്ട് തകർന്നു നിൽക്കുന്ന അവസ്ഥയാണെന്നുള്ളത് പൂർണ്ണമായും നിങ്ങളിലേക്ക് കാണിക്കാത്തത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ വളരെയധികം ബോൾഡ് ആയിരുന്നു. അപ്പൊ വീണ്ടും അതേ ബോൾഡ് ആണ് താൻ എന്നുള്ള രീതിക്ക് തന്നെ നിങ്ങൾ കണ്ടാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി ആണ് ഇവരിലുള്ളത്. ഒരു പക്ഷെ ഇവരുടെ കോംപ്ലക്സ് തന്നെ ആയിരിക്കാം അതെന്നുള്ളത് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എല്ലാ രീതിക്കും ഇവർ തകർന്നു എന്നുള്ളത് കാണിക്കാനായിട്ട് ഇവർ എന്തായാലും ഇവിടെ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഈ ഒരു സമയത്ത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നീതി നൽകണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു കാത്തിരുന്ന നിമിഷങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇവർ ഇതുവരെ അവരുടെ മനോഭാവത്തിലൊന്നും ഒരു മാറ്റവും കൊണ്ടുവരാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് എന്തായാലും നിലപാടിലും ചിന്താഗതികൾക്കും ഒക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങളാണ്. അർഹമായ രീതിയിലുള്ള സ്നേഹം അത് നിങ്ങൾക്ക് നൽകാനും നിങ്ങളുടെ സ്നേഹത്തെ തിരികെ സ്വീകരിക്കാനും നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു ബാലൻസിങ് കൊണ്ടുവരാനും ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, ഇതുവരെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന പ്രശ്നങ്ങള് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും തുറന്നു പറയണം എന്നുണ്ട്. അതുപോലെ ഇനി മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പ് പോകുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും റിലേഷൻഷിപ്പിനെ എഫക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, എഫക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം ഹൈഡിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇനി റിലേഷൻഷിപ്പിൽ വേണ്ട. എന്താണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി മാത്രമാണ് ഇനി ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ചിന്തകൾ വരുന്നുണ്ട്. അപ്പൊ ഒത്തിരി വേദനിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ആ ഒരു വേദനയിലും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ട്രോമ പീരീഡിലൂടെയൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിലവർ കടന്നു പോയിട്ടുണ്ടായിരിക്കാം, ചിലവർ കടന്നു പോകുന്നുണ്ടായിരിക്കാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തികൾ വൈകാരികപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വലിയ രീതിക്ക് ഒരു പ്രശ്നം നേരിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവര് ഇപ്പൊ ചിലപ്പോ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും വ്യക്തികളിൽ നിന്നായിരിക്കാം. എന്തായാലും നിങ്ങളെ മാറ്റി നിർത്തി ഇവർ എങ്ങോട്ടേക്കാണോ പോയത് ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്കൊരു നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് അല്ല ലഭിച്ചിരിക്കുന്നത്. അത് നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഈ രീതിക്കാണ്. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ വരുന്ന കാര്യങ്ങളും അവരുടെ ഈ ഒരു പ്രത്യേകകരമായ സിറ്റുവേഷൻസിനെയാണ് അവർ ഹൈഡ് ചെയ്യാൻ നോക്കുന്നത്. അത് നിങ്ങൾ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. പതുക്കെ നിങ്ങളിലേക്ക് അറിയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെയാണ്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കിയേക്കാം. നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും ക്ലൂസിനെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. തൃക്കേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കൊല്ലം 31 എ എന്നൊരു ലെറ്റർ, അശ്വതി, വിശാഖം, എറണാകുളം, മാർച്ച് എന്നൊരു മന്ത്, ടോറസ്, എ എന്നുള്ള ലെറ്റർ വീണ്ടും വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മന്ത്, 3 എന്നൊരു നമ്പർ, എൻ എന്നൊരു ലെറ്റർ, കെ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്. 38 കൊല്ലം വീണ്ടും വന്നിട്ടുണ്ട്. കാസർഗോഡ്, തിരുവാതിര, മകയിരം, 35 മൂലം, തൃശൂർ, ആയില്യം, 37
ഓഗസ്റ്റ് മന്ത് ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. അക്വേറിയസ്. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നുള്ളത്. പി എന്നൊരു ലെറ്റർ. കാലിക്കറ്റ്. ലിബ്ര. എ എന്നൊരു ലെറ്റർ ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വീണ്ടും. അപ്പൊ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. കണക്ട് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയെ, ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതോടൊപ്പം അവരുടെ ഒരു ഈഗോയും കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളെ നേടണം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹം എന്തായാലും നിങ്ങളുടെ പേഴ്സണിൽ വന്ന് തുടങ്ങിയിരിക്കുന്ന സമയമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.